ഇത് മഞ്ഞപ്ര മാസ് മോട്ടോഴ്സ് എന്നായിരുന്നു നമ്മുടെ ഹോണ്ട ഡിയോ വണ്ടി. നമ്മളത് വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനസർവീസായിട്ടാണ് ചെയ്യുന്നത്. ഫുള്ളായിട്ട് നമ്മൾ എല്ലാ ഭാഗങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ചിൻ്റെ സൈഡ്, ബ്രേക്കിൻ്റെ സൈഡൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചിട്ടുണ്ട്. നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗമൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. ക്ലച്ചിൻ്റെ ഭാഗത്ത് നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും ഇല്ല കേട്ടോ. അതിൻ്റെ വേരിയേറ്റർ ബോഡി, റോളർ വെയിറ്റ്, ബോസ് ഡ്രൈവിൻ്റെ യൂണിറ്റ് നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല. ഓട്ടോ ക്ലച്ചിൻ്റെ യൂണിറ്റ് ആയാലും നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. അതിൻ്റെ ബെൽറ്റാണ്, ബെൽറ്റിനും വേറെ കുഴപ്പമൊന്നും കാണിക്കില്ല. ബെൽറ്റും നല്ല ബെൽറ്റാണ്, നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നമ്മളതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ്. എയർ ഫിൽറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ ബ്ലോക്ക് ആയിട്ടുണ്ട്. എയർ ഫിൽറ്ററൊന്നും നമുക്കതൊന്നും മാറ്റിയിടാം. അതുപോലെ തന്നെ എയർ ഫിൽറ്റർ മാറ്റുന്ന കൂട്ടത്തിൽ തന്നെ അതിൻ്റെ പ്ലഗും ഒന്നും ചേഞ്ച് ചെയ്തിടാം. എയർ ഫിൽറ്ററും പ്ലഗും കൂടി നമുക്ക് ഒരുമിച്ചാണ് മാറ്റേണ്ടത്. അപ്പോൾ അത് രണ്ടും കൂടി ഒന്ന് മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം കേട്ടോ. അതുപോലെ ഫ്രണ്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫ്രണ്ട് ബ്രേക്കിൻ്റെ കേബിൾ ഒന്നായാലും നിലയിൽ വേറെ കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതിനെ യൂസ് ചെയ്യാൻ വേറെ കുഴപ്പമൊന്നുമില്ല. ഫ്രണ്ടിലെ ബ്രേക്ക് ഷൂ ആയാലും നമുക്കൊന്ന് ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്തെടുത്താൽ മതി. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നും കാണിക്കുന്നില്ല. ടയറായാലും നമുക്ക് ഉപയോഗിക്കേണ്ട നല്ല ടയറാണ്, വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഫ്രണ്ട് ബുഷുകളാണ്, ഇത് ലിങ്ക് ബുഷ് നമുക്ക് മാറ്റാനായിട്ട് അതാ അത്യാവശ്യം നല്ല രീതിയിൽ പ്ലേ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കിൻ്റെ ബുഷും മാറ്റാം. അതുപോലെ ഷോക്കപ്പിൻ്റെ ബുഷും നല്ല രീതിയിൽ ഓളായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതും ഷോക്കപ്പിൻ്റെ ബുഷും നമുക്കത് മാറ്റിയിടാം കേട്ടോ. ആ ലിങ്ക് ബുഷും ഷോക്കപ്പിൻ്റെ ബുഷൊന്നും മാറ്റിയിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. നമ്മളതിൻ്റെ ബാറ്ററിയുടെ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. ബാറ്ററി ഇരിക്കുന്നത് ആമറോണിൻ്റെ 2024 മോഡൽ ബാറ്ററിയാണ് ഇരിക്കുന്നത്. നിലവിലിപ്പോൾ സെൽഫിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. എന്നാലും ബാറ്ററിയുടെ ഭാഗം കൂടി നമ്മൾ ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അതിൻ്റെ വോൾട്ടൊക്കെ ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ 13.1 മാക്സിമം വോൾട്ട് കിട്ടുന്നുണ്ട്. അത് ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട്. ടെസ്റ്റിലേക്ക് കൊടുക്കുമ്പോൾ അതിൽ സ്റ്റാറ്റസ് കാണിക്കുന്നത് ഓക്കെ ആയിട്ടാണ് കാണിക്കുന്നത്. നിലവിൽ വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. ബാറ്ററിക്ക് വേറെ കുഴപ്പമൊന്നും കാണിക്കുന്നില്ല. പിന്നെ അതിൻ്റെ ആക്സിലേറ്റർ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന വണ്ടി ഫുള്ളായിട്ട് ഇങ്ങനെ റൈസ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കംപ്ലയിൻ്റ് ആണോ, അത് ഈ കേബിളിൻ്റെ ആക്സിലേറ്റർ കേബിളിൻ്റെ കംപ്ലയിൻ്റ് ആണ്. ആ കേബിളൊന്നും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാം. ആക്സിലേറ്ററിൻ്റെ കേബിളൊന്നും മാറ്റണം. പിന്നെ അതുപോലെ തന്നെ എഞ്ചിൻ ഓയിൽ ചെക്ക് ചെയ്തപ്പോൾ എഞ്ചിൻ ഓയിൽ സ്റ്റിക്കിൽ തീരെ ലെവലും കാണിച്ചിരുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് അയച്ചു വെച്ചത് അയച്ചു നോക്കിയപ്പോൾ എഞ്ചിൻ ഓയിൽ മാറ്റാറായില്ല. അത്യാവശ്യം നല്ല രീതിയിൽ ലെവലും കുറഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഈ ലെവൽ കുറയാൻ കാരണം വണ്ടി ഓടിയിട്ട് ലെവൽ കുറഞ്ഞാണോ അതോ മൈന്യൂട്ടായിട്ട് കത്തിപ്പോകുന്നോ നമുക്കറിയില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ അതിൻ്റെ എഞ്ചിൻ ഓയിൽ ലെവലൊന്ന് ചെക്ക് ചെയ്ത് പോകണ്ടോ. അങ്ങനെ കുറഞ്ഞ് പോകുന്നുണ്ടെങ്കിൽ അതൊരു കംപ്ലയിൻ്റാണ്. ആ കംപ്ലയിൻറ്റ് പരിഹരിച്ച് പോയില്ലെങ്കിൽ നമുക്ക് ഒരുപാട് നഷ്ടം വരും. അപ്പോൾ ഓയിലിൻ്റെ ഭാഗം ഒന്ന് ശ്രദ്ധിക്കുക. ഒരു 1000 കിലോമീറ്റർ കഴിയുമ്പോൾ ആ ഓയിലൊന്ന് എഞ്ചിൻ ഓയിലൊന്ന് ചെക്ക് ചെയ്ത് പോകുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ നമ്മൾ എഞ്ചിൻ ഓയിൽ മാറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം ഒന്ന് അയക്കുന്നുണ്ട്. ഞാൻ ഫ്രണ്ടിൽ അയച്ചുകൊണ്ട് ബാക്ക് അയക്കാറുണ്ട്. ബാക്കിൽ ബ്രേക്കിന് അയച്ചിട്ട് ഈ ബ്രേക്കിൻ്റെ കേബിൾ ഇവിടെ ഔട്ടർ വലിഞ്ഞിരിക്കണം. ബാക്ക് ബ്രേക്കിൻ്റെ കേബിൾ ഔട്ടർ വലിഞ്ഞിരിക്കുകയാണ്. അത് ബാക്കിൻ്റെ ബ്രേക്കിൻ്റെ കേബിളും മാറേണ്ടി വരും. അതുപോലെ ബാക്കിലെ ബ്രേക്സും മാറ്റിയിട്ട് വേണം ആ ബാക്ക് ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി. എന്നാലാണ് ബാക്കിലെ ബ്രേക്ക് ക്ലിയർ ആവുള്ളൂ കേട്ടോ. ബാക്കിലെ ബ്രേക്സും ആ ബ്രേക്കിൻ്റെ കേബിളൊന്നും മാറ്റിയിട്ട് വേണം റീസെറ്റ് ആക്കാൻ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുണ്ട്. വണ്ടി വാട്ടർ സർവീസ് വരുന്നുണ്ട്. നമുക്ക് ഈ കണ്ടീഷനിൽ എഞ്ചിൻ റൂമിൻ്റെ ഭാഗത്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെളിയുണ്ട് കേട്ടോ. എഞ്ചിൻ റൂമിൻ്റെ ഭാഗം അപ്പോൾ ഈ ഒരു കണ്ടീഷൻ തന്നെ നമുക്ക് ഓപ്പൺ വാഷിംഗ് ആയിട്ട് കൊടുക്കാം കേട്ടോ. ഈ കണ്ടീഷനൊന്ന് വാഷ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ സർവീസുകൾ ചെയ്യുമ്പോഴാണ് നമുക്ക് അങ്ങനെ വാഷ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ കണ്ടീഷനിലൊന്ന് വാഷ് ചെയ്തിട്ടൊന്ന് റീസെറ്റ് ചെയ്യാം. ഓക്കെ. അപ്പോൾ നിലവിൽ വരുന്ന വർക്കിൻ്റെ ഒരു എസ്റ്റിമേറ്റ് പറയാം. ബാക്കിലെ ബ്രേക്ക് ഷൂ, ബ്രേക്കിൻ്റെ കേബിള്, അതുപോലെ ആക്സിലേറ്റർ കേബിള്, എഞ്ചിൻ ഓയിൽ, എയർ ഫിൽറ്റർ, പ്ലഗ്, ഫ്രണ്ടിലെ ബുസ്കിറ്റ്, ഇതൊക്കെയാണ് നമുക്ക് മാറ്റേണ്ട പാർട്സുകൾ. അപ്പോൾ അത് മാറ്റി വരുന്നതിനുള്ള ഒരു എസ്റ്റിമേറ്റ് പറയാം. നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ.